ഹായ്, വെൽക്കം ടു ടേസ്റ്റി ബ്ലിറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മിക്സ്ചർ റെസിപ്പിയാണ്. നമ്മൾ പുറത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിയും സൂപ്പറായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഇവിടെ എടുത്തിട്ടുള്ളതാണ് കടലമാവ് ഞാനിവിടെ 2 കപ്പാട്ടോ എടുത്തിട്ടുള്ളത്. ഇത് സെക്കൻഡ് ടൈമാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി വേണ്ടുന്നതാണ് മുളക് പൊടി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായി 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഞാനിവിടെ കൈ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒത്തിരി വെള്ളം എടുത്ത് ഒഴിക്കരുത്, അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. സോ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് റെഡിയാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടുന്നത് കേട്ടോ. നമ്മുടെ മാവ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്യുവാണ് കേട്ടോ. അപ്പോഴേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ മാവൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ? കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു രീതിയാണ് കേട്ടോ നമുക്ക് വേണ്ടുന്നത്. സേവനാഴി എടുത്തിട്ടുണ്ട്, കണ്ടോ? അതിൻ്റെ ചില്ല് കണ്ടോ? വളരെ കുഞ്ഞ് ഹോൾസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ മാവൊക്കെ അതിലോട്ട് ആഡ് ചെയ്യാം. നല്ലോണം ടൈറ്റായി നമുക്ക് അടയ്ക്കാം. പാനിൽ ഓയിൽ എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടും. ആ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇത് കറക്കി ഇട്ട് കൊടുക്കാം. എടുത്തിട്ടുള്ള മാവ് മുഴുവനെയും ഇങ്ങനെ കറക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം നമുക്ക് മൊരിഞ്ഞ് കിട്ടണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഞാൻ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വശവും നമുക്ക് നല്ലോണം ഗോൾഡൻ കളറായി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അടുത്തതായി ഓയിൽ ചൂടാവുമ്പോൾ നിലക്കടല ആഡ് ചെയ്യാം. നല്ലോണം ഒന്ന് ഗോൾഡൻ നിറാവുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഗോൾഡൻ നിറമൊക്കെ ആയിട്ടുണ്ട്, നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കി വന്ന നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവ് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ഹോളുള്ള ഒരു സ്പൂണിലോട്ട് ഈ മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ബൂന്തി സെറ്റാക്കി എടുക്കാം. ബൂന്തിയും ഇവിടെ സെറ്റായിട്ടുണ്ട്, നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 3 ഐറ്റംസും കൂടെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള മിക്സ്ചർ ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.